ഒരു ഉള്ളിത്തീയൽ മാത്രം മതി കേട്ടോ. നമുക്ക് എത്ര ചോറ് വേണേലും കഴിക്കാം. വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അത്രയ്ക്ക് പുളിയും എരിവും ഒക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചു. അത് ചൂടായപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി മുരിഞ്ഞ് കിട്ടണേ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിനി അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ വറുത്തെടുത്ത തേങ്ങയാണ് ഇത്. ഇതിലേക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഉള്ളിയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുന്നത്. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ടിയായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തയ്യാറായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.